അനുവിന്ദ് ഓഡിബിൾ ആണോ? ആ സാർ ഓഡിബിൾ ആണ്. ഓക്കെ. ലാസ്റ്റ് 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫങ്ഷണൽ എലമെൻറ്റ് ഓഫ് ആൻ ഇൻസ്ട്രുമെൻ്റ് ആണ്, അല്ലെങ്കിൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിനെ പറ്റിയാണ് കോമൺ ആയിട്ട് ഈ മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് 2 ക്ലാസ്സുകളിൽ ഫങ്ഷണൽ എലമെൻറ്റ് ഓഫ് ആൻ ഇൻസ്ട്രുമെൻ്റ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദെൻ വി ഹാവ് സീൻ വൺ എക്സാമ്പിൾ ടു ഐഡൻറ്റിഫൈ വിച്ച് ആർ ദ ഫങ്ഷണൽ എലമെൻറ്റ്സ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ എക്സാമ്പിൾ. അത് നമ്മൾ കണ്ടിരുന്നത് ബേർഡൻ ട്യൂബ്, പ്രഷർ ഗേജ് ആണ് നമ്മൾ കണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഓരോ പാർട്ടും എന്താണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. നൗ മൂവിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ക്ലാസിഫിക്കേഷൻ ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുക? ഓക്കെ. ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ ഫിസിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് ആർ നോൺ ആസ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. ഏത് ഇൻസ്ട്രുമെൻ്റ് ആണോ ഫിസിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീനെ മെഷർ ചെയ്യുന്നത് അതിനെയൊക്കെ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്ന് നമ്മൾ പറയും. സോ ദ എക്സാമ്പിൾസ് ആർ pressure gauge or speedometer, accelerometer, weighing machine, everything. And then voltmeter, wattmeter, അമ്മീറ്റർ. ഓക്കെ. ഈ വോൾട്ടിമീറ്റർ, വാട്ട്മീറ്റർ, അമ്മീറ്റർ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയാണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ സ്പീഡ്, വെലോസിറ്റി, ആക്സിലറേഷൻ, പ്രഷർ, വെയിറ്റ്, ഓക്കെ, അങ്ങനത്തെ ഡിസ്പ്ലേസ്മെന്റ്, ഫോഴ്സ്, അങ്ങനത്തെ കുറേ ടേമാണ് നമുക്ക് ഫിസിക്കലിൽ പഠിക്കേണ്ടത്. Now, these measuring instruments are generally classified into 3 types. That is, electrical instrument and electronics instrument and mechanical instrument. Okay, 3 ടൈപ്പായിട്ടാണ് ബേസിക് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്: ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ്. So we will see each one. So mechanical instrument means they are very reliable for static and stable condition. സ്റ്റാറ്റിക് എന്ന് പറയുന്നത് എന്താണ്? ഒരു വലിയ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ എന്താ പറയുക, സഡനായിട്ട് ചേഞ്ചസ് ഒന്നും ഇല്ലാത്ത കണ്ടീഷനാണ് സ്റ്റാറ്റിക് എന്ന് പറയുക. സ്റ്റാറ്റിക് ഓർ സ്റ്റേബിൾ കണ്ടീഷൻ. ഓക്കെ. അപ്പം ആ ഒരു ടൈമിൽ യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ് മെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ്. So the disadvantage of such instrument is they are unable to respond rapidly to the measurement of dynamic and transient conditions. Dynamic and transient conditions ഒന്നും അതിനെ മെഷർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ പെട്ടെന്നുള്ള വേരിയേഷൻസ് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ. അപ്പോൾ മെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ആ ഒരു ടൈപ്പിൽ വരുന്ന ഇൻസ്ട്രുമെന്റ് ആണ്. ഫുൾ മെക്കാനിക്കൽ ഇതിൽ വരുന്ന, നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ അല്ലേ, പ്രഷർ മെഷർ ചെയ്യുന്ന ബേർഡൻ ട്യൂബ് വെച്ചിട്ട് പ്രഷർ മെഷർ ചെയ്യുന്ന എക്സാമ്പിൾ, അതിൽ മെക്കാനിക്കൽ സിസ്റ്റം മാത്രമേ ഉള്ളൂ. അപ്പം അതിൽ ഓക്കെ, അത് പ്രഷർ വേരി ചെയ്യുന്നത് ഇപ്പോൾ 6 bar 5 bar, ഇഫ് ദാറ്റ് വേരീസ് ലൈക്ക് ദാറ്റ്, ഇറ്റ് ഈസ് വെരി ഈസി ടു യൂസ് സച്ച് സിസ്റ്റം. അതിൽ വേരിയേഷൻസ് ഉണ്ടാകുന്നത് വളരെ മെല്ലെ ആയിരിക്കും. ബട്ട് ഇഫ് ഇറ്റ് കണ്ടിന്യൂസ്ലി ചേഞ്ചിങ്, ദാറ്റ് ഈസ് 5 bar, 5.1 bar, 6 bar, then 6 to 5, 5 to 6, like that. If it is varying, it is very difficult for us to measure because the needle may be moving left and right. അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. പെട്ടെന്ന് വേരിയേഷൻസ് ഉണ്ടെങ്കിൽ it will be very difficult to measure the output. Okay. So mechanical instruments are mostly used when there is a static and stable conditions are there. Okay, the output is not changing rapidly, output changes slowly. But it cannot be used when the output is changing in a drastic way or in a dynamic way. ഫാസ്റ്റ് ആയിട്ട് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ നീഡിൽസ് ഒക്കെ എന്താ ചെയ്യുക, ഒരു സ്പീഡായിട്ട് ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് കറക്റ്റായിട്ട് ഒരു പൊസിഷനിൽ നിൽക്കുന്നതായിട്ട് കാണില്ല. അപ്പോൾ അത് മെഷർ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. So advantage of measuring instrument, or where we can use this measuring instrument, is that wherever there is a static and stable condition, there we can use this mechanical instrument, and it cannot be used where there is static and dynamic condition. And second one is measuring instrument. Measuring instrument, second measuring instrument is electrical instrument. That is electrical method of
indicating the output of detectors are more rapid than mechanical method. ഇതിൽ എന്താ പറയുക, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. സോ ഇറ്റ് ഈസ് നോർമലി ഡിപ്പെൻഡ്സ് ഓൺ മെക്കാനിക്കൽ മീറ്റർ മൂവ്മെൻറ്റ് ആസ് ആൻ ഇൻഡിക്കേറ്റ് ഡിവൈസ്. സോ നമ്മൾ ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് അമ്മീറ്റർ അല്ലെങ്കിൽ വോൾട്ട് മീറ്റർ ആണ് ഇതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ. സോ അവിടെ എന്താ സംഭവിക്കുന്നത്, ഈ മെക്കാനിക്കൽ അമ്മീറ്റർ അല്ലെങ്കിൽ വോൾട്ട് മീറ്ററിൻ്റെ ഉള്ളിൽ ഒരു കോയിൽ ഉണ്ടാവും. നമ്മൾ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ആ കോയിൽ മാഗ്നറ്റൈസ് ചെയ്യും, അതാണ് ഈ നീഡിലിനെ മൂവ് ചെയ്യിക്കുക. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് കുറച്ച് ഇലക്ട്രിക്കൽ കോമ്പോണൻസ് വരുന്നുണ്ട്. അപ്പം കുറച്ചുകൂടെ, അതായത് കുറച്ചുകൂടെ ഡൈനാമിക് കണ്ടീഷൻസ് നമുക്കിതിനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റ്. ആൻഡ് ദീസ് instruments have very fast response. For example, cathode ray oscilloscope, it is capable of to follow dynamic and transient changes of the order of few nanoseconds. So the third one is electronic instrument, where we are using electronic circuit to process the signals. അപ്പം അത് ഇലക്ട്രോണിക് സിസ്റ്റംസ് യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഫാസ്റ്റായ റെസ്പോൺസ് കിട്ടും. ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ CRO അല്ലെങ്കിൽ DSO എന്ന് പറയുന്ന എക്യുപ്മെൻറ്റുകളാണ്. അതൊക്കെ ഫാസ്റ്റായിട്ട് വേവ് ഫോംസും അല്ലെങ്കിൽ സഡൻ വേരിയേഷൻ ഉണ്ടാകുന്ന ക്ലോക്ക് പൾസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഡിവൈസ് വെച്ച് യൂസ് ചെയ്യാൻ വേണ്ടി, മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. So the first one is basically the measuring instruments are classified into three. First one is mechanical, second one is electrical, and third one is electronics. The advantage of mechanical is you can use it when there is a static condition or stable conditions, and it cannot be used when there is dynamic or transient conditions. First ആയിട്ട് വേരി ചെയ്യുന്ന സ്ഥലത്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. And electrical instruments are used as a small coil. It is like combination of mechanical and some electrical components. So there will be a needle moving left and right, and some coils will be there. So it is working on that. It is much faster than the mechanical instrument, but not that much fast. So when it comes to electronics instrument, so it uses electronic circuit to process and display everything. So it is much faster than the previous two, and it can of course use both static and dynamic conditions. Okay, so that is a basic classification, and we need few more classification, like other classification of instrument. The first one is absolute instrument or primary instrument. So this instrument gives the magnitude of quantity under measurement in terms of physical constant of the instrument. Example is tangent galvanometer. ഓക്കെ, ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരിക്കലും ഡയറക്റ്റ് റീഡിങ് നിങ്ങൾക്ക് കിട്ടില്ല. ഓക്കെ, ഇപ്പം വെയിറ്റ് നമ്മൾ ലോഡ് ചെയ്തു 5 kg വെയിറ്റ്, അത് ഡയറക്റ്റ് റീഡിംഗ് ആണ്. അപ്പം അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻ്റ് ഓർ പ്രൈമറി ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിൽ നമുക്ക് ഒരിക്കലും ഡയറക്റ്റ് റീഡിങ് നമുക്ക് കിട്ടില്ല. നമുക്ക് കിട്ടുന്ന റീഡിംഗ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ കോൺസ്റ്റൻറ്റിൻ്റെ മോഡിലായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കിട്ടുന്ന വാല്യൂവിന് നമുക്ക് അതിൻ്റെ ഡിഫ്ലക്ഷൻ ആംഗിൾ കൊണ്ടും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്തിരിക്കുന്ന കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ്, ഏരിയ, ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ നോർമലായിട്ട് ഇവിടെ യൂസ് ചെയ്ത് വരുന്നില്ല. നമ്മൾ ഒരു കൂടുതലും ലാബിലും യൂസ് ചെയ്യുന്നില്ല. അത് യൂസ് ചെയ്യുന്നത് എന്താ പറയുക, സാധാരണ കാലിബ്രേഷൻ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുന്നിടയ്ക്കാണ് ഇത് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ പ്രൈമറി ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ദിസ് ഇൻസ്ട്രുമെന്റ് ഗീവ്സ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്വാണ്ടിറ്റി, ഫിസിക്കൽ ക്വാണ്ടിറ്റി അണ്ടർ മെഷർമെന്റ്. അതായത് ഏത് ക്വാണ്ടിറ്റി ആണോ മെഷർമെന്റിലുള്ളത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഒരു ഫിസിക്കൽ കോൺസ്റ്റന്റിന്റെ അല്ലെങ്കിൽ ആ ഇൻസ്ട്രുമെന്റിന്റെ ഫിസിക്കൽ കോൺസ്റ്റന്റ് ആയിട്ടാണ് അത് ഡിനോട്ട് ചെയ്യുക. സോ വി നീഡ് ടു ഡു സം കാൽക്കുലേഷൻസ് ഫോർ ഫൈൻഡിങ് ഔട്ട് വാട്ട് ഈസ് ദ ആക്ച്വൽ വാല്യൂ. ആക്ച്വൽ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് കുറച്ച് കാൽക്കുലേഷൻസ് ചെയ്യേണ്ടി വരും. So this instrument requires no calibration or comparison with other instrument. അതായത് കാലിബ്രേഷൻ എന്ന് പറയുന്നത് അത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ് കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് അത് കുറച്ച് കാലം യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂസിൽ കുറച്ച് ഡിഫ്ലക്ഷൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ഡിവൈസിലും നമുക്കതിൻ്റെ വാല്യൂസ് കറക്റ്റ് കിട്ടണമെന്നില്ല.
കാരണം അതിൽ കുറേ ട്യൂണിങ്സ് ഒക്കെ നടക്കാനുണ്ട്, കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരുത്താനുണ്ട്. സോ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും സ്റ്റാൻഡേർഡായി അംഗീകരിച്ച, അല്ലെങ്കിൽ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്ന അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ പ്രൈമറി ഇൻസ്ട്രുമെന്റ് തന്നെയാണ്. അപ്പം ഇങ്ങനത്തെ കുറേ ഇൻസ്ട്രുമെന്റ് ഉണ്ടാവും സ്റ്റാൻഡേർഡായിട്ട് വെച്ച്. ആ ഇൻസ്ട്രുമെന്റുമായിട്ട് കമ്പയർ ചെയ്യും. അതായത് ആ ഒരു ഇൻസ്ട്രുമെന്റിൽ 5 വോൾട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഇൻസ്ട്രുമെന്റിലും, നമ്മൾ വാങ്ങിയ ഇൻസ്ട്രുമെന്റിലും 5 വോൾട്ട് ആയിരിക്കണം. അതിൽ 4 വോൾട്ട് ആണെങ്കിൽ ഒരു എറർ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അതിൻ്റെ അത്രയും ആക്യുറസി ഇതിന് കിട്ടണം. അതായത് കാലിബ്രേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ കറക്റ്റ് കാലിബ്രേഷൻ ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അത് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യണം ആ ഡിവൈസിൻ്റെ കൂടെ. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇൻസ്ട്രുമെന്റ്, നമ്മൾ സ്റ്റാൻഡേർഡായി സെറ്റ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് 5 വോൾട്ട് കാണിക്കുന്നു. നിങ്ങൾ വാങ്ങിയ ഒരു ഇൻസ്ട്രുമെന്റ് 4.5 മാത്രമേ ആ പർട്ടിക്കുലർ വോൾട്ടേജിന് കാണിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻസ്ട്രുമെന്റ് കാലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ എഴുതാം ±0.5 വോൾട്ട്. അതിൻ്റെ ഒരു റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു റെഫറൻസ് മെഷീൻ, ഒരു റെഫറൻസ് എക്യുപ്മെന്റ്, മെഷറിംഗ് ഇൻസ്ട്രുമെന്റിനെ വെച്ചിട്ട് നമ്മുടെ ഡിവൈസിൽ എത്രത്തോളം ഡീവിയേഷൻ വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ പ്രൈമറി ഇൻസ്ട്രുമെന്റിന്റെ കേസിൽ കാലിബ്രേഷൻ ആവശ്യമായിട്ട് വരുന്നില്ല. അത് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഓഡിയോ ക്ലിയർ ഇല്ല. അനുവേന്ദ്, നിനക്ക് ഓഡിയോ ക്ലിയർ ഉണ്ടോ? ക്ലിയർ ഉണ്ട്. ഹിറ്റ്സു, നിന്റെ റേഞ്ചിന്റെ ആണ്. വേറെ ആർക്കെങ്കിലും ഓഡിയോ ക്ലിയർ ഇല്ലാത്ത പ്രശ്നമുണ്ടോ? ഹിറ്റ്സു, നിന്റെ റേഞ്ച് ഒന്ന് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പം അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ പ്രൈമറി ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഡയറക്റ്റ് റീഡിങ് ആ ഇൻസ്ട്രുമെന്റിൽ നിന്ന് കിട്ടില്ല. അത് ആ ഇൻസ്ട്രുമെന്റിന്റെ ഫിസിക്കൽ കോൺസ്റ്റന്റ് വഴിയാണ് കിട്ടുക. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ അകത്ത് കുറച്ച് പാരാമീറ്റേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എക്സാമ്പിൾ ഡിഫ്ലക്ഷൻ ആംഗിൾ, ഈ ഫിസിക്കൽ കോൺസ്റ്റന്റ് ഇൻറ്റു ഡിഫ്ലക്ഷൻ ആംഗിൾ ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിൽ ഇൻറ്റു ഏരിയ, ലൈക്ക് ദാറ്റ്. അത് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആക്ച്വൽ വാല്യൂ എത്രയുണ്ടെന്ന് കിട്ടും. ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ടാൻജന്റ് ഗാൽവനോമീറ്റർ ആണ്. ഓക്കെ, അത് എന്താ വെച്ചാൽ ഇതിന് സ്റ്റാൻഡേർഡ് എക്യുപ്മെന്റ്, ഇതൊരു സ്റ്റാൻഡേർഡ് എക്യുപ്മെന്റ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വേറൊരു സ്റ്റാൻഡേർഡ് എക്യുപ്മെന്റുമായിട്ട് ഇൻസ്ട്രുമെന്റുമായിട്ട് നമ്മൾ കമ്പാരിസൺ ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ദർ ഇസ് നോ കാലിബ്രേഷൻ ഓർ കമ്പാരിസൺ വിത്ത് അതർ എക്യുപ്മെന്റ് ഇസ് നെസസറി. കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി. അതായത് ഒരു സ്റ്റാൻഡേർഡ് എക്യുപ്മെന്റിനെ വെച്ചിട്ട് നമ്മുടെ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് എത്രത്തോളം ആക്യുറേറ്റ് ആണ്, എത്രത്തോളം എഫക്റ്റീവായി വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യലാണ് കാലിബ്രേഷൻ എന്ന് പറയും. ഓക്കെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ അതിലൊരു എറർ ഉണ്ടെങ്കിൽ അത് നമുക്ക് കാണിക്കാൻ പറ്റും. കാലിബ്രേറ്റഡ് ചെയ്ത ഒരു എക്യുപ്മെന്റിൽ സ്റ്റിക്കർ മോഡിൽ നമ്മൾ പേസ്റ്റ് ചെയ്യുന്നുണ്ടാവും ±0.5 വോൾട്ട് അല്ലെങ്കിൽ 0.2 വോൾട്ട്. അപ്പോൾ അതിൽ മെഷർ ചെയ്യുന്ന വോൾട്ടേജസിന് ± വോൾട്ടേജ് വേരിയേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ദേ ആർ ജനറലി നോട്ട് യൂസ്ഡ് ഇൻ ലാബോറട്ടറീസ് ആൻഡ് ആർ സെൽഡം യൂസ്ഡ് ഇൻ പ്രാക്ടീസ് ബൈ ഇലക്ട്രീഷ്യൻസ് ആൻഡ് എഞ്ചിനീയേഴ്സ്. നമ്മളിത് യൂസ് ചെയ്യുന്നില്ല. ദേ ആർ മോസ്റ്റ്ലി യൂസ്ഡ് ആസ് മീൻസ് ഓഫ് സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ആൻഡ് ആർ മെയിൻറ്റൈൻഡ് by national laboratories and similar instruments. Some of the example is tangent galvanometer, Rayleigh current balance and absolute electrometer. ഓക്കെ, ഇതിലൊന്നും ഡയറക്റ്റ് റീഡിങ് നിങ്ങൾക്ക് കിട്ടില്ല. കുറച്ച് കോൺസ്റ്റന്റ് ഒക്കെ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആക്ച്വൽ റീഡിങ് കിട്ടൂ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് അവർ സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്. സോ ദീസ് ഇൻസ്ട്രുമെന്റ് ആർ സോ കൺസ്ട്രക്റ്റഡ് ദാറ്റ് the quantity being measured can only be determined by output indicated by the instrument. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ഉണ്ടാവും. അത് വെച്ചിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ റീഡിങ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എത്രയുണ്ടെന്ന് നമുക്ക് ഡിസ്പ്ലേ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇതാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്. അല്ലെങ്കിൽ നിങ്ങൾ ലാബിൽ യൂസ് ചെയ്യുന്ന മൾട്ടിമീറ്റർ, അമ്മീറ്റർ, വോൾട്ട് മീറ്റർ ഒക്കെ വരുന്നത് ഇതിലാണ്. ദീസ് ഇൻസ്ട്രുമെന്റ് ആർ സോ കൺസ്ട്രക്റ്റഡ് ദാറ്റ് ദ ക്വാണ്ടിറ്റി ബീങ് മെഷർഡ് ക്യാൻ ഓൺലി ബി ഡിറ്റർമിൻഡ് ബൈ ഔട്ട്പുട്ട് ഇൻഡിക്കേറ്റഡ് ബൈ ദ ഇൻസ്ട്രുമെന്റ്. അതിന്റെ ഡയലിലോ അതിന്റെ സ്ക്രീനിലോ നോക്കിയിട്ടാണ് നമുക്കിത് മെഷർ ചെയ്യാൻ പറ്റുക. These instruments are calibrated by comparison with an absolute instrument or another secondary instrument which has been already calibrated against the absolute instrument. ഇത് നമ്മളിപ്പോൾ ലാബിലായാലും നിങ്ങൾ ലാബിൽ കുറേ CROസും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ.
മൾട്ടിമീറ്റർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ ഇത്ര കൊല്ലത്തിന് ശേഷം ഇത്ര ഇയർ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇൻസ്ട്രുമെന്റ് ഒരു സ്റ്റാൻഡേർഡ് ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഓൾറെഡി സ്റ്റാൻഡേർഡ് ഇൻസ്ട്രുമെന്റുമായി കാലിബ്രേറ്റ് ചെയ്ത് വെച്ച ഇൻസ്ട്രുമെന്റുമായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതിൽ കാണിക്കുന്ന വാല്യൂസ് ആണോ ഇത് കറക്റ്റായി കാണിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ മെഷർമെന്റ് മാറിപ്പോകും. അപ്പൊ അതാണ് പറയുന്നത്, ഓൾറെഡി അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ് ആയിട്ട് ഒന്നെങ്കിൽ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, വേറൊരു സെക്കൻഡറി ഇൻസ്ട്രുമെന്റുമായിട്ട് ചെക്ക് ചെയ്യാം. പക്ഷെ അത് ഓൾറെഡി എന്ത് ചെയ്യണം, അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റുമായിട്ട് കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ വർക്കിംഗ് വിത്ത് അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ് ഫോർ റുട്ടീൻ വർക്ക് ഈസ് ടൈം കൺസ്യൂമിങ്. അതെ, അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് നമ്മൾ റുട്ടീൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ ടൈം കൺസ്യൂം ആണ്. എന്തുകൊണ്ടാണ്? അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ് ആണ് കേട്ടോ, പ്രൈമറി ഇൻസ്ട്രുമെന്റ്. അത് എന്താണ് ടൈം കൺസ്യൂം? ഈ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ കുറെ ടൈം എടുക്കും. So it takes a lot of time to compute the magnitude of quantity under measurement. Therefore, secondary instruments are most commonly used. Secondary instrument ആണ് നമുക്ക് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. They are direct reading instrument. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് റീഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ എന്താണെന്ന് മനസ്സിലായി. സം ഓഫ് ദ വൈഡ്ലി യൂസ്ഡ് ഇൻസ്ട്രുമെന്റ്സ് ആർ വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, വാട്ട് മീറ്റർ, എനർജി മീറ്റർ, ആംബിയർ അവർ മീറ്റർ. അതൊക്കെയാണ് വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്. ഓക്കെ, ഇതെല്ലാം ജനറൽ ലാബിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ്. അത്തരം കാര്യങ്ങളാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ആദ്യം നമ്മൾ ബേസിക് ആയിട്ട് ഇൻസ്ട്രുമെന്റിനെ ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാണ്? മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. ദെൻ നമ്മൾ ക്ലാസിഫൈ ചെയ്തു, ഫർദർ ആയിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തു. അതിൽ പ്രൈമറി ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്, ആൻഡ് ദെൻ വി ഹാവ് സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്. സോ വാട്ട് വാസ് പ്രൈമറി ഇൻസ്ട്രുമെന്റ്? പ്രൈമറി ഇൻസ്ട്രുമെന്റിൽ മെഷർമെന്റ് എന്ന് പറയുന്നത് ആ ഇൻസ്ട്രുമെന്റിന്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് നമുക്ക് മെഷർമെന്റ് ആയിട്ട് കിട്ടും. സോ വി നീഡ് ടു ഡു സം സർട്ടൻ കാൽക്കുലേഷൻസ് ലൈക്ക് ദിസ് physical constant into angle of deflection into number of turns, number of area, like that. We need to do some calculations, and it is very difficult to do such. It is very difficult to use such instrument while doing normal laboratory operation because it is time consuming, and normally it is not using in laboratories. Okay, അതൊക്കെയാണ് ഇതിനകത്ത് പറയാൻ പറ്റുന്ന പോയിന്റ്സ്. And no need to calibrate this equipment. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കൂടിയാണ്. Then we have seen what is another classification, secondary instrument. So that is like it will directly give you the value or physical quantity. So but thing is like we need to calibrate this one with the absolute instrument or another secondary instrument which is already calibrated by the absolute instrument. But what is advantage is that it will give direct value. The value is direct and you can note down from a screen. Or examples are ammeter, voltmeter, wattmeter, and it is commonly used in laboratories, etc. Now thing is like we have left primary instrument one side and we are going under secondary instrument. That is classification of secondary instrument. So the first classification is based on the various effect of electrical current or voltage upon which their operation depends. Okay, various effect in base വെച്ചിട്ടാണ് classification based on various effect of electrical current or voltage. അത്രയും പോയിന്റ് ഒന്ന് ഓർത്തിരിക്കും. Classification based on various various effect of electrical current or voltage. So they are magnetic effect, and magnetic effect, then heating effect, chemical effect, and electrostatic effect, electromagnetic effect, electromagnetic induction effect. So magnetic effect എന്ന് പറയുന്നത് നമ്മൾ അമ്മീറ്റർ, വോൾട്ട് മീറ്റർ, വാട്ട് മീറ്റർ, ഇൻ്റഗ്രേറ്റിംഗ് മീറ്ററിലൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു കോയിലേക്ക് നമ്മൾ സപ്ലൈ കൊടുക്കുന്നു, ആ കോയിൽ എനർജൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിസം അവിടെ ഫോം ചെയ്യുന്നു. ആ മാഗ്നറ്റിസം ആണ് നീഡിലിനെ മൂവ് ചെയ്യുന്നത്, അല്ലേ? നിങ്ങൾ വോൾട്ട് മീറ്റർ അല്ലെങ്കിൽ അമ്മീറ്റർ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ കറണ്ട് കൊടുക്കുന്ന സമയത്ത് ദാറ്റ് കോയിൽ വിൽ ബി എനർജൈസ്ഡ് ആൻഡ് ദിസ് കോയിൽ വിൽ മൂവ് ദ നീഡ്. എനർജൈസ് ചെയ്ത കോയിൽ എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. സോ ദാറ്റ് ഇറ്റ് വിൽ മൂവ് ദ നീഡിൽ ടു ലെഫ്റ്റ് ഓർ റൈറ്റ്. Then heating effect. So you can measure how amount of current and voltage depends on the heat. Then chemical effect is there, that is normally used in ampere hour meters.
ആംബിയർ അവർ മീറ്റർ എന്ന് പറയുമ്പോൾ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഒക്കെ ഉപയോഗിക്കുന്ന മീറ്ററാണ്. അതിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന മീറ്ററാണ്. ദെൻ ഇലക്ട്രോസ്റ്റാറ്റിക് എഫക്ട്, അതായത് വോൾട്ട് മീറ്ററിൽ വർക്ക് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ഇലക്ട്രോസ്റ്റാറ്റിക് എഫക്ട്. ആൻഡ് ദെൻ ഇലക്ട്രോമാഗ്നറ്റിക് എഫക്ട്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എഫക്ട്. സോ അതും സെയിം എ സി അമ്മീറ്റർ, വോൾട്ട് മീറ്റർ, വാട്ട് മീറ്ററിലൊക്കെ എ സിയിലൊക്കെ യൂസ് ചെയ്യുന്നത് ഇതാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. സോ ഇത് എഫക്റ്റിന് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. മാഗ്നറ്റിക് എഫക്ട്, ഹീറ്റിംഗ് എഫക്ട്, കെമിക്കൽ എഫക്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് എഫക്ട് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എഫക്ട്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. ആൻഡ് അഗൈൻ സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ nature of their operation. Nature of their operation. So they are classified as indicating instrument. So this instrument will only indicate the value or maybe a pointer moving left and right or a digital display. It will indicate the value. ഓക്കെ, നമ്മൾ സാധാരണ കാണുന്ന വോൾട്ട് മീറ്ററും അതൊക്കെ വരുന്നത് അമ്മീറ്ററൊക്കെ വരുന്നത് ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ ആണ്. ഓക്കെ, എക്സാമ്പിൾസ് ആർ അമ്മീറ്റർ, വോൾട്ട് മീറ്റർ ആൻഡ് വാട്ട് മീറ്റർ. So indicating instrument indicates generally the quantity to be measured by means of a pointer which moves on a scale. അപ്പോൾ അതൊക്കെ വെച്ച് യൂസ് ചെയ്യുന്നത് indicating instrument ആണ്. Recording instrument, this instrument record continuously the variation of any electrical quantity with respect to time. In principle, this indicating instrument but so arranged that a permanent continuous record of indication is made up on a chart or diagram. ഓക്കെ, നിങ്ങൾ എർത്ത് ക്ലോക്കൊക്കെ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് കണ്ടിട്ടുണ്ടാവും. അതിനകത്തൊരു പെൻ ടൈപ്പ് ഒബ്ജക്റ്റ് ഉണ്ടാവും, ഒരു പേപ്പർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ സമയത്തുള്ള ഇത് മെഷർ ചെയ്തുകൊണ്ട് നിൽക്കും. അത് ഈ പേപ്പർ ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു പെന്ന് അതിൻ്റെ അകത്ത് ഇങ്ങനെ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ സിനിമകളിലോ അല്ലെങ്കിൽ മറ്റേത് കണ്ടിട്ടുണ്ടാവും, എർത്ത് ക്ലോക്ക് അല്ലെങ്കിൽ വിൻഡ് അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഒരു പേപ്പർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, പേപ്പർ അല്ലെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഒരു പെൻ ഇങ്ങനെ വന്നിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കും. ഓക്കെ, next one is integrating instrument. This instrument record the consumption of total quantity of electricity, energy, etc. during a particular period of time. നമ്മൾ വീട്ടുകളിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിനാണ്, അതായത് എനർജി മീറ്റർ ഉണ്ട് അല്ലേ. അപ്പോൾ എനർജി മീറ്റർ ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ അവിടെ ഉണ്ടാവുന്ന കോൺസപ്ഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. Well, this instrument records the consumption of total quantity of electricity, energy, etc. during a particular period of time. ഒരു particular period of time മെഷർ ചെയ്യാൻ വേണ്ടി ഉള്ളതാണ്. Okay, that is, this instrument totalize event over a specified period of time. Some widely used integrating instruments are ampere hour meter, kilowatt hour meter, kilowatt ampere hour meter, കിലോവോൾട്ട് ആംപിയർ അവർ മീറ്റർ. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മളിതൊരു സാധാരണ മെഷർമെൻ്റ് എന്ന് പറയുന്നത്, അതായത് ഇൻഡിക്കേറ്റിംഗ് ഡിവൈസിലും അതേപോലെ റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലുള്ള മെഷർമെൻ്റ് ആണ്. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ആ പർട്ടിക്കുലർ ടൈമിൽ എന്താണ് ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി. ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ ആ പർട്ടിക്കുലർ കോണ്ടാക്റ്റിലുള്ള വോൾട്ടേജ് ഇത്രയാണ്, അടുത്ത മൊമെൻറ്റിൽ ഇത്രയാണ്, അതാണ് മെഷർ ചെയ്യുന്നത്. ബട്ട് ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ഓവർ എ പീരീഡ് ഓഫ് ടൈം ടോട്ടൽ എത്ര വന്നു, അതായത് നമ്മളൊരു കൗണ്ടർ ഒക്കെ പറയുന്ന പോലെ ഇന്ന് 1 ഫസ്റ്റ് ആണ്, ഇന്ന് 1 ആണ്, നാളെ 2, 3, 4 അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവാണ് ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് അല്ലേ. അപ്പോൾ വീട്ടിലുള്ള എനർജി മീറ്റർ അറിയാം, ഇന്ന് ഇത്ര പവർ കൺസ്യൂം ചെയ്തു, എനർജി കൺസ്യൂം ചെയ്തു, നാളെ ഇത്ര എനർജി കൺസ്യൂം ചെയ്തു, മറ്റന്നാൾ ഇത്ര എനർജി കൺസ്യൂം ചെയ്തു. അപ്പോൾ ഒരു മന്ത് എൻഡിൽ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ടോട്ടൽ എനർജി കൺസംഷൻ ആണ്. സോ അങ്ങനെ വരുന്നതാണ് ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്. ഓക്കെ, ആംപിയർ അവർ മീറ്റർ, അതായത് എത്ര ചാർജ് ചെയ്തു എന്നൊക്കെയുള്ള മെഷർ ചെയ്യുന്നു, ബാറ്ററിയുടെ ചാർജിങ് ഒക്കെ മെഷർ ചെയ്യുന്ന ആംപിയർ അവർ മീറ്റർ ആണ്. അതിൽ കിലോ വാട്ട് അവർ മീറ്റർ, അതാണ് നമ്മുടെ എനർജി മീറ്റർ, വീടുകളിൽ യൂസ് ചെയ്യുന്ന എനർജി മീറ്റർ ആണ്. കിലോ വോൾട്ട് ആംപിയർ അവർ എന്ന് പറയുന്നത് റിയാക്റ്റീവ് കോമ്പണൻസ് ഒക്കെ വരുമ്പോൾ യൂസ് ചെയ്യുന്ന മീറ്ററാണ്. Next one is classification based on the kind of current
ദാറ്റ് ക്യാൻ ബി മെഷർമെൻറ്റ്. അത് ഏത് കറണ്ടാണ് അല്ലേ? നമുക്കറിയാം ഡയറക്റ്റ് കറണ്ട് ഡി സി മെഷർ ചെയ്യാൻ കുറേ എക്യുപ്മെൻ്റ് ഉണ്ട്. ഡി സി അമ്മീറ്റർ, ഡി സി വോൾട്ട്മീറ്റർ ഉണ്ട്. എ സി മെഷർ ചെയ്യാൻ എ സി അമ്മീറ്റർ, എ സി വോൾട്ട്മീറ്റർ ഉണ്ട്. രണ്ടും കൂടി മെഷർ ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെൻറ്റും നമുക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിലാണ് കറണ്ട് ഡിപ്പെൻസ് ഓൺ കറണ്ട്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണോ, ഡയറക്റ്റ് കറണ്ട് ആണോ, അല്ല ബോത്തും നമ്മൾ മെഷർ ചെയ്യുന്നുണ്ടോ, അതിനെ ബേസ് ചെയ്തിട്ടാണ് തേർഡ് ക്ലാസിഫിക്കേഷൻ. ആൻഡ് ദ ഫോർത്ത് ക്ലാസിഫിക്കേഷൻ ഈസ് ഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. Classification based on the method using. So first method is direct measuring instrument. That is, this instrument convert energy of a measured quantity directly into energy that actuates the instrument, and the value of unknown quantity is measured or displayed, recorded directly. Okay, അപ്പം എന്താ ചെയ്യുന്നത്? നമ്മൾ അമ്മീറ്റർ, വോൾട്ട്മീറ്റർ, വാട്ട് മീറ്ററിൻ്റെ കേസ് എടുക്കുമ്പോൾ തന്നെ അതിൽ നമ്മളൊരു എനർജി വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യും? ആ ഇൻസ്ട്രുമെൻറ്റിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കി ഇൻസ്ട്രുമെൻറ്റിനെ ആക്ച്വേറ്റ് ചെയ്യും. അത് നമുക്ക് ഡയറക്റ്റ് ഡിസ്പ്ലേയിൽ നമുക്ക് കിട്ടും. ഓക്കെ, അതാണ് ഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് കമ്പാരിസൺ ഇൻസ്ട്രുമെൻറ്റ്. സോ ദിസ് ഇൻസ്ട്രുമെൻറ്റ് മെഷർ അൺനോൺ ക്വാണ്ടിറ്റി ബൈ കമ്പയറിംഗ് വിത്ത് എ സ്റ്റാൻഡേർഡ്. അപ്പം ഈ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡിനെ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമുക്ക് റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നമുക്കൊരു ഗാൽവനോമീറ്റർ എടുത്തു കഴിഞ്ഞാൽ, വീസ്റ്റോൺസ് ബ്രിഡ്ജ് എടുത്തു കഴിഞ്ഞാൽ 4 റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ? ആ 4 റെസിസ്റ്റൻസും വെച്ച് ബാലൻസ് ചെയ്തിട്ടാണ് ആ ബ്രിഡ്ജ് ഉണ്ടാവുക. അതിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ബ്രിഡ്ജ് അൺബാലൻസ്ഡ് ആവും, അവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും അല്ലേ? അത് നമ്മൾ കമ്പാരിസൺ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് നടക്കുന്നത്. കമ്പാരിസൺ, ഒരു പർട്ടിക്കുലർ വാല്യൂ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഡി സി എ സി ബ്രിഡ്ജസ് ആൻഡ് പൊട്ടൻഷ്യോമീറ്റേഴ്സ്, ദേ ആർ യൂസ്ഡ് വെൻ ഹയർ ആക്യുറസി ഓഫ് മെഷർമെൻറ്റ് ഇസ് ഡിസൈഡ്. ഒരു പർട്ടിക്കുലർ വാല്യൂ സെറ്റ് ചെയ്തിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഇതിൻ്റെ മെഷർമെൻറ്റ്സ് നമ്മൾ എടുക്കുന്നത്. അതാണ് കമ്പാരിസൺ ഇൻസ്ട്രുമെൻറ്റിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ നമുക്ക് നോക്കാം. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്, ഇൻ ടുഡേസ് ക്ലാസ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്. സോ വാട്ട് ഇസ് ദാറ്റ്? മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ആർ basically classified into 2 types. That is electrical and electronics and mechanical instrument. Okay, a mechanical instrument is normally used when there are static and stable conditions. അതായത് സ്റ്റാറ്റിക്കും സ്റ്റേബിളും ആയിട്ടുള്ള കണ്ടീഷൻസ് ഉള്ള സമയത്താണ് മെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് whenever there is dynamic and transient conditions are there. Okay, then we have discussed what is electrical instrument. Electrical instrument is a combination of both mechanical and electrical circuit. There will be a needle moving left and right, and we will be having some coil inside the instrument, so that when the supply is given, this coil will energize and it will move the needle left and right. And then we have the third one, electronic instrument. It uses some electronic circuits to measure. Example is CRO, DSO, like that, multimeter, comes under electronic instruments. But advantage of electronic instrument is it can be used for static and dynamic conditions. Like a CRO, and it will be measuring waveforms of high frequency, like 3 Hz, 4 Hz, like that. And there are DSO, digital storage oscilloscope, which can measure 30, some amount of gigahertz. Okay, that is a basic classification. Then we have discussed other classification. Like there we have classified this instrument into 2, that is primary instrument and secondary instrument, or absolute instrument and secondary instrument. So what this absolute instrument and primary instrument? So it gives, or it will measure physical quantity in terms of physical constant of instrument. A particular instrument in the physical constant compare ചെയ്തിട്ടാണ് ഇത് മെഷർ ചെയ്യുക. സോ എക്സാമ്പിൾ വാസ് ടാൻജന്റ് ഗാൽവനോമീറ്റർ. സോ ഈ ഫിസിക്കൽ കോൺസ്റ്റന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓരോ ഇൻസ്ട്രുമെന്റിനും ഒരു ഫിസിക്കൽ കോൺസ്റ്റന്റ് ഉണ്ടാവും. ഇഫ് യു ഗെറ്റ് ദാറ്റ് ഫിസിക്കൽ കോൺസ്റ്റന്റ്, we will multiply this with
the other terms of the particular instrument, right? We will multiply this with deflection angle. എത്ര ആംഗിളാണ് ഡിഫ്ലക്ട് ചെയ്തിട്ടുള്ളത്, ഡിഫ്ലക്ഷൻ ആംഗിൾ. ദെൻ അവിടെ ഒരു കോയിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ് അല്ലെങ്കിൽ ഏരിയ, ഇതൊക്കെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം, അല്ലേ? അപ്പോൾ അതിൻ്റെ അകത്ത് അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഇത് ആക്യുറേറ്റ്, ഇതൊരു കാലിബ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് വളരെ ആക്യുറേറ്റ് ആയ ഒരു മെത്തേഡാണ്. ബട്ട് ഡിസഡ്വാൻറ്റേജ് എന്താ? ടൈം കൺസ്യൂമിങ് ആണ്, കുറേ സമയമെടുക്കും ഇത് മെഷർ ചെയ്ത് കൊണ്ടുവരാൻ. ഓക്കെ, അതിൻ്റെ യൂസസ് എവിടെയൊക്കെയാണ്? ഇത് സ്റ്റാൻഡേർഡ് ലാബോറട്ടറീസിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. മറ്റ് സാധാരണ കോമൺ എഞ്ചിനീയേഴ്സും അല്ലെങ്കിൽ നമ്മൾ ലാബ് വർക്ക്ഷോപ്പിലൊന്നും ഇത് യൂസ് ചെയ്യുന്നില്ല. അതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ആൻഡ് ദെൻ വി ഹാവ് ഡിസ്കസ് സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്. സെക്കൻഡറി ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന ജനറൽ ആയിട്ട് വരുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ് എന്താ പറയുന്നത്, സെക്കൻഡറി ഇൻസ്ട്രുമെന്റിൽ വരുന്നത്. സോ വിച്ച് ഡയറക്ട്ലി മെഷേഴ്സ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആൻഡ് ആൻ ഒബ്സർവർ ക്യാൻ റീഡ് ദാറ്റ് വാല്യൂ. ഒബ്സർവറിന് അത് റീഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? സോ ദിസ് ഇൻസ്ട്രുമെന്റ് നീഡ് ടു ബി കാലിബ്രേറ്റഡ്. കാലിബ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്നെങ്കിൽ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ് ആയിട്ട് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ അതർ സെക്കൻഡറി ഇൻസ്ട്രുമെന്റ് ആയിട്ട് കമ്പയർ ചെയ്തിട്ടാണ് കാലിബ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് വോൾട്ട് മീറ്റർ, മൾട്ടിമീറ്റർ, അമ്മീറ്റർ, അതൊക്കെ ഇതിൽ വരുന്ന എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇനി അത്രയും കഴിഞ്ഞു. അതായത് ഫസ്റ്റ് ബേസിക് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ക്ലാസിഫിക്കേഷൻ അവിടെ ഉണ്ട്. അത് കൂടാതെ നമ്മൾ പ്രൈമറി, സെക്കൻഡറി എന്ന് ക്ലാസിഫൈ ചെയ്തു. പ്രൈമറി എന്താണെന്ന് നോക്കി, സെക്കൻഡറി എന്താണെന്ന് നോക്കി. ഇനി സെക്കൻഡറിനെ നമ്മൾ ഓരോന്നായി എടുക്കുകയാണ്, അല്ലേ? സെക്കൻഡറിയിൽ ഫസ്റ്റ് ഏത് എഫക്റ്റിൽ വെച്ചിട്ടാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഏത് കറണ്ടിൻ്റെ അല്ലെങ്കിൽ വോൾട്ടേജിൻ്റെ എഫക്റ്റ് വെച്ചിട്ട് എങ്ങനെയാണ് ഇത് മെഷർ ചെയ്യുന്നത് നോക്കി. അപ്പോൾ മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ട്, ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ട്, കെമിക്കൽ എഫക്റ്റ് ഉണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് എഫക്റ്റ് ഉണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എഫക്റ്റ് ഉണ്ട്. ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഇൻസ്ട്രുമെന്റ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിനെ ഓരോന്നിനും ഇങ്ങനെ സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മാഗ്നറ്റിക് എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അമ്മീറ്ററിൽ അറിയാം, അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റിൽ ഒരു ഡിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് ഫോം ചെയ്ത് അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡ് നീഡിലിനെ മൂവ് ചെയ്യുകയാണ് ചെയ്യുക. സോ അങ്ങനെ വർക്ക് ചെയ്യുന്നത് മാഗ്നറ്റിക് എഫക്റ്റ് എന്ന് പറയും. ഇനി ഹീറ്റ് മെഷർ ചെയ്ത് നമുക്ക് വോൾട്ടേജും കറണ്ടും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. സോ അതിനെ ഹീറ്റിംഗ് എഫക്റ്റ് അത് വെച്ചിട്ടാണ് അത് ചെയ്യുക. കെമിക്കൽ എഫക്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ബാറ്ററിയിലെ ചാർജിങ് മനസ്സിലാക്കാനുള്ളതാണ്. ഇപ്പം DC ആംബിയർ അവർ എന്ന് പറയുന്ന ബാറ്ററിയുടെ ചാർജിങ് യൂണിറ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. ബാറ്ററിയുടെ യൂണിറ്റ് അങ്ങനെ ബാറ്ററിനെ സ്പെസിഫൈ ചെയ്യുന്നത് ആംബിയർ അവർ വെച്ചിട്ടാണ്. അപ്പം കെമിക്കൽ എഫക്റ്റ് അവിടെ ബാറ്ററിയിൽ നടക്കുന്നത് കെമിക്കൽ എഫക്റ്റ് ആണ്. അപ്പോൾ അതിന് കെമിക്കൽ എഫക്റ്റ് വെച്ചിട്ടാണ് ആ ഇൻസ്ട്രുമെന്റ് വർക്ക് ചെയ്യുന്നത്. ദെൻ വി ഹാവ് ഇലക്ട്രോസ്റ്റാറ്റിക് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എഫക്റ്റ്. ഓക്കെ, അത് എഫക്റ്റ് ബേസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്തു. ദെൻ വി ഹാവ് ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദ നാച്ചർ ഓഫ് ഓപ്പറേഷൻ. എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത്? ചില ഇൻസ്ട്രുമെന്റ് ഇൻഡിക്കേറ്റ് ചെയ്യും, ഫ്യൂ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് റെക്കോർഡ് ചെയ്യും. ആൻഡ് ദെൻ ദ തേർഡ് വൺ ഈസ് ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്. ഓക്കെ, അവിടെ ശ്രദ്ധിക്കുക, ഫസ്റ്റ് രണ്ട് ഇൻസ്ട്രുമെന്റും, അതായത് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റും റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റും, അത് ആ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് സമയത്തുള്ള മാഗ്നിറ്റ്യൂഡാണ്, ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡാണ് നമുക്ക് തരിക. ബട്ട് ഇൻറ്റഗ്രേറ്റിംഗ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഉള്ള റീഡിംഗ് ആണ് നിങ്ങൾക്ക് തരിക. എക്സാമ്പിൾ, ബെസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് വീട്ടിലെ KSEBയുടെ മീറ്ററാണ്, എനർജി മീറ്ററാണ്. സോ അതെന്താ ചെയ്യുന്നത്, ഒരു ഫസ്റ്റ് ഡേ, ഒരു മന്ത് സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ ഫസ്റ്റ് ഡേ, സെക്കൻഡ്, തേർഡ് ഡേ, ഈ ഡേയ്സിലൊക്കെയുള്ള എനർജി കൺസപ്ഷൻ ആഡ് ചെയ്ത് ആ മന്ത് എൻഡിൽ ടോട്ടൽ എനർജി കൺസപ്ഷൻ എത്രയുണ്ട് എന്നുള്ളതാണ് നമുക്ക് തരിക. അപ്പം അതൊരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് നേരത്തുള്ള എനർജി അല്ല നമ്മളെ എനർജി മീറ്റർ തരുന്നത്, അപ്പം ഓവർ എ പീരീഡ് ഓഫ് ടൈമുള്ള എനർജിയാണ് നമുക്ക് തരുന്നത്. ആൻഡ് ദെൻ ദ ക്ലാസിഫിക്കേഷൻ വാസ് ബേസ്ഡ് ഓൺ ദ കൈൻഡ് ഓഫ് കറണ്ട്. AC ആണോ DC ആണോ അല്ലെങ്കിൽ AC DC ഉണ്ടോ എന്നുള്ളതാണ് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. ആൻഡ് ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് മെത്തേഡ് യൂസ് ഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആൻഡ് കമ്പാരിസൺ ഇൻസ്ട്രുമെന്റ്. അതൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ ക്ലാസിഫിക്കേഷൻ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആരും റിപ്ലൈ തരുന്നില്ലല്ലോ.
ഓക്കെ, ഹർഷ് ഒന്ന് മൈക്ക് ഓൺ ആക്കുക. ഹർഷ് ലെഫ്റ്റായി തോന്നുന്നു. അശ്വിത, എങ്ങനെയാണ് സെക്കൻഡറി ഇൻസ്ട്രുമെന്റിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? Based on ആ various effect of electric current upon വേരിയസ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഓർ വോൾട്ടേജ്, അത്രയും പറഞ്ഞാൽ മതി. വലിയ സെൻറ്റൻസ് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത്രയും പറയാം. ഓക്കെ, കഴിഞ്ഞില്ല, ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞില്ല, ഇനിയുണ്ട്. മൈക്ക് ഓഫ് ആക്കല്ല. അല്ല പിന്നെ based on nature of their operation, ഓക്കെ, ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് ഓപ്പറേഷൻ എന്തൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ വന്നത്? indicating instrument, recording instrument, പിന്നെ integrating instrument. ഓക്കെ, ദെൻ അടുത്ത ക്ലാസിഫിക്കേഷൻ Based on kind of current, ഓക്കെ, കറണ്ടിന് ഓക്കെ, ഏതൊക്കെയാണ് വരിക? direct current, alternating current, both direct and alternating. ഫൈനൽ ക്ലാസിഫിക്കേഷൻ Based on method used, ഓക്കെ, ഏതൊക്കെ മെത്തേഡാണ്? measuring instrumentum, പിന്നെ comparison instrument. ഓക്കെ, ഗുഡ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുന്ന മോഡ്യൂളാണ് നമ്മൾ പഠിക്കുന്നത്. ഫങ്ഷണൽ എലമെൻറ്റിന് 2 ക്ലാസ്സിൽ എടുത്തു തന്നു. അപ്പോൾ അത് ക്ലിയർ ആവണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ ഓരോ എലമെൻറ്റും പഠിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു എക്സാമ്പിളും പഠിച്ചു വെക്കണം. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ എക്സാമ്പിൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റണം. അതിനാണ് ഞാൻ ആ പ്രഷർ ഗേജിൻ്റെ എക്സാമ്പിൾ കാണിച്ചു തന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റണം ഓരോ എക്സാമ്പിൾ. ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രുമെന്റ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പ്രൈമറി സെൻസിങ് എലമെന്റ് ഏതാണ്, കൺവേർഷൻ എലമെന്റ് ഏതാണ്, മാനിപ്പുലേഷൻ എലമെന്റ് ഏതാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവണം. പ്രസന്റേഷൻ എലമെന്റ് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അതിനുശേഷം നമ്മൾ ഇപ്പം ലാസ്റ്റ് ക്ലാസ്സിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രുമെന്റ് ആണ് പഠിച്ചത്. അതിൽ ഓരോ ക്ലാസിഫിക്കേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ജനറൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, പിന്നെ പ്രൈമറി ആൻഡ് സെക്കൻഡറി ക്ലാസിഫിക്കേഷൻ. പ്രൈമറി ക്ലാസിഫിക്കേഷനിൽ മാറി സബ് ഡിവിഷൻ ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അത് വളരെ റെയറായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ എന്നാണ് നമ്മൾ പറഞ്ഞത്. സെക്കൻഡറി ക്ലാസിഫിക്കേഷനാണ് ഫർദർ ആയിട്ടുള്ള എല്ലാ ക്ലാസിഫിക്കേഷനും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാം നമുക്ക് പ്ലാൻ ചെയ്യണം. ഈ സാറ്റർഡേ പറ്റുമോ? മറ്റന്നാൾ 3rd മൊഡ്യൂളിൻ്റെ